ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം മത്സരാർത്ഥികൾ ഓരോരോ സൈഡിലായിട്ടിരുന്ന് കൂട്ടം കൂടിയിരുന്ന് സംസാരിക്കുകയാണ്. ഷാനവാസും അഭിലാഷും ഒനിയിലും കൂടെ ബീൻ ബാഗിലും കസേരയിലുമായിട്ട് ലിവിങ് ഏരിയയുടെ സൈഡിലായിട്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. ഇവർ സംസാരിക്കുന്നത് അനുമോളെ പറ്റി തന്നെയാണ്. അനുമോൾക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എത്ര പേരാണ് അനുവിൻ്റെ കൂടെ കൂടുന്നത്. ആദ്യം എല്ലാവരും അനുവിനെതിരായിരുന്നു, പിന്നെ അനുവിൻ്റെ കൂടെ കൂടുന്നു. ആദ്യം അനുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ മാത്രമാണ്, അതായത് ഷാനവാസാണ് ഈ പറയുന്നത്. ഷാനവാസ് മാത്രമേ അനുവിനെ എല്ലാവരും എതിർത്തപ്പോൾ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾക്ക് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിഞ്ഞത്, അവൾക്കെതിരെ തിരിഞ്ഞത്. അത് അവൾക്ക് സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ടല്ല, വേറൊരു കാരണം കൊണ്ടാണ് അവൾക്കെതിരെ എനിക്ക് അവളുടെ കൂടെ നിൽക്കാൻ പറ്റാത്തത്. പക്ഷേ സപ്പോർട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നേരത്തെ എതിർത്തിരുന്ന പലരും മറുകണ്ഠം ചാടി ഇപ്പോൾ അനുമോളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട്, പക്ഷേ അതല്ല ഇന്നത്തെ എപ്പിസോഡും കൊണ്ട് തീർന്നളിയാ, കാരണം അനുമോൾക്ക് വൻ നെഗറ്റീവായി എന്നാണ് അഭിലാഷ് പറയുന്നത്. കാരണം ഓൾറെഡി മറ്റേ പുറത്തെ ആര്യൻ്റെയും ജിസേലിൻ്റെ വിഷയം അനുമോൾ സംസാരിച്ചപ്പോൾ ലാലേട്ടൻ കയറി ഫയർ ചെയ്തല്ലോ. അപ്പോൾ അതുകൊണ്ട് അനുമോൾക്ക് ഇനി മുതൽ നെഗറ്റീവ് ആയിരിക്കും എന്നാണ് അഭിലാഷ് പറഞ്ഞത്. അപ്പോൾ ഷാനവാസ് ഷാനവാസ് നല്ല ദീർഘവീക്ഷണമുള്ളൂ കേട്ടോ. ഷാനവാസ് പറയുന്നുണ്ട്, അതൊക്കെ മാറുള്ളൂ, അതൊക്കെ ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേനും അതൊക്കെ അങ്ങ് മാറും, പിന്നെ പോസിറ്റീവ് ചിലപ്പോൾ ആയിപ്പോയേക്കാം, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ഷാനവാസ് പറയുന്നു. ഇനി അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അനുവിന് ഇനി നെഗറ്റീവായി മാറുമോ എന്നറിയത്തില്ല, നമുക്ക് നോക്കാം. ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.